യേശു കർത്താവിൻ്റെ അടുക്കൽ 4 ചെറുപ്പക്കാർ തളർവാദ രോഗിയെ കൊണ്ടുവരിക. കർത്താവ് ആ ചെറുപ്പക്കാരുടെ വിശ്വാസം കണ്ടിട്ട് രോഗിയോട് പറയുകയാണ്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഈ വാക്കൊന്ന് കേൾക്കാൻ എത്രയോ പേരാണ് ഇന്ന് കോടതികളുടെ വാതിൽക്കൽ നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് വക്കീലന്മാരെ വെച്ച് മറ്റുള്ളവരെ സ്വാധീനിച്ച് ഈ ഒരു വാക്ക് കേൾക്കാൻ ക്യൂ നിൽക്കുകയാണ്. അഥവാ മോചിച്ച് കിട്ടിയാൽ തന്നെ നിയമപരമായി കിട്ടും, മനുഷ്യരുടെ മുമ്പിൽ കിട്ടുമോ, സ്വന്തം കുടുംബത്തിൽ കിട്ടുമോ? ഇവിടെ ഒരാൾ യേശു കർത്താവ് ഇന്ന് വിശ്വാസത്തോടെ വചനം ധ്യാനിച്ചാൽ ഈ പാപമോചനം പ്രാപിക്കാം. നോക്കിക്കേ, പുറത്ത് പിന്നെ ആരും ഒന്നും പറയുകയില്ല. ഉള്ളത്തിൽ പറഞ്ഞാൽ അതിനെയും ചോദിക്കാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവപുത്രനുണ്ട്. കോട്ടേജ് മീറ്റിംഗിൽ നിന്ന് കൺവെൻഷനിലേക്ക് നിങ്ങളുടെ വിശാലത, പബ്ലിക്കായ നിന്നയിൽ നിന്ന് ഉള്ളങ്ങളിലേക്ക് നിങ്ങളുടെ അപമാനം ചുരുങ്ങും. മാനം വർദ്ധിക്കും, അപമാനം കുറയ്ക്കും. യേശു